Hi dears, welcome to our chemistry class. ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചർ ആര്യ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് അമീൻസ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ പ്രിപ്പറേഷനും ഒക്കെ നല്ല രീതിയിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമീൻസ് എന്നുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, ആദ്യം അമീൻസിൻ്റെ പ്രിപ്പറേഷനിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് അമോണോലിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡിനെ എങ്ങനെ അമീനാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിനെ അമീനാക്കി മാറ്റുന്നതിന് നമ്മൾ ചെയ്യുന്നത് അമോണോലിസിസ് ആണ്. എന്താണ് അമോണോലിസിസ് എന്ന് പറഞ്ഞാൽ? അമോണിയ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ നോക്കാം. ആൽക്കൈൽ ഹാലൈഡ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ആൽക്കഹോളിക് അമോണിയ ഗീവ് എ മിക്സ്ചർ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസ് ആൻഡ് ഫൈനലി ക്വാട്ടേണറി അമോണിയം സോൾട്ട്. റിയാക്ഷൻ നോക്കാം കേട്ടോ. CH3CH2 നമുക്കൊരു പ്രൈമറി അമീനാണ് തന്നേക്കുന്നത്, CH3CH2. അതിനെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാണ്. ഓക്കെ, CH3CH2നെ ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഇവിടെ ഈ നമ്മുടെ ഹാലോജൻ അയഡിൻ, ഈ അയഡിനും ഇതിൽ നിന്ന് ഒരു എച്ചും, ഓക്കെ, പ്രൈമറി അമീൻസിലെ നമ്മുടെ NH2ലെ ഒരു ഹൈഡ്രജനും ആൽക്കൈൽ ഹാലൈഡിലെ ഒരു അയഡിനും കൂടി എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ നിന്ന് ആരാ പോയത്? HI എലിമിനേറ്റ് ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? രണ്ട് CH3 ഉണ്ട് അല്ലേ? അപ്പോൾ CH3 twice NH. മനസ്സിലായോ? അപ്പോൾ നമ്മളിതിപ്പോൾ പ്രൈമറി അമീൻ ആയിരുന്നു, അതിനെ നമ്മളിപ്പോൾ എന്താക്കി മാറ്റി? സെക്കൻഡറി അമീനാക്കി മാറ്റി. ഓക്കെ, ഇനി ഈ സെക്കൻഡറി അമീനിലേക്ക് നിങ്ങൾ ഒന്നുകൂടി ഒരു തവണ കൂടി ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നടക്കുക? വീണ്ടും ഈ അയഡിനും ഈ ഹാലോജനും എലിമിനേറ്റ് ചെയ്ത് പോയി. HI ഇവിടെ നിന്ന് പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? ടെർഷ്യറി അമീൻ കിട്ടി. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഇതേ ടെർഷ്യറി അമീനിലേക്ക് നമ്മൾ ഒരു വട്ടം കൂടി ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് H ഇനി പോകാനില്ല അല്ലേ? ടെർഷ്യറി അമീനിൽ ഇനി നമുക്ക് ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടെർഷ്യറി അമീനിൽ ഹൈഡ്രജൻ ഇല്ലാത്ത കാരണം അവിടെ എലിമിനേഷൻ നടക്കില്ല, പകരം ഇത് സോൾട്ട് ആയിട്ട് മാറും. ഓക്കെ, CH3 4 times N+I- എന്നുള്ള സോൾട്ടായി മാറും. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസ് ഉണ്ടാക്കി. ഓക്കെ, ക്ലിയർ ആയോ ഫസ്റ്റ് പ്രിപ്പറേഷൻ? ഇനി അടുത്തത് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട് ഇതിൽ എപ്പോഴും ചാപ്റ്റർ എടുക്കുമ്പോൾ പറയും നമുക്ക് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ എന്നുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് അല്ലേ? എന്താണ് റിഡക്ഷൻ എന്ന് വെച്ചാൽ? വാട്ട് ഡു യു മീൻ ബൈ റിഡക്ഷൻ? റിഡക്ഷൻ മീൻസ് addition of hydrogen അല്ലേ? റിഡക്ഷൻ മീൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ എവിടേക്കാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്? നൈട്രോ കോമ്പൗണ്ട്സിലേക്കാണ്. ആരാണ് നൈട്രോ കോമ്പൗണ്ട്? NO2 അല്ലേ? അപ്പോൾ NO2നെ മാറ്റിയിട്ട് NO2ലേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്യണം? ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഓക്കെ, ഓക്സിജൻ പോയിട്ട് അവിടേക്ക് ഹൈഡ്രജൻ വരണം, അതാണ് റിഡക്ഷൻ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ തന്നെ നോക്കാം. ഇവിടെ CH3NO2. CH3NO2ൽ നമ്മൾ ഹൈഡ്രജൻ റിഡക്ഷൻ പറഞ്ഞാൽ ഹൈഡ്രജൻ ആഡ് ചെയ്യണം അല്ലേ? ഹൈഡ്രജൻ ആഡ് ചെയ്യണമെങ്കിൽ റെഡ്യൂസിങ് ഏജൻസ് വേണം. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഹൈഡ്രജൻ ആൻഡ് നിക്കൽ, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഓക്സിജൻ മാറി അവിടെ പകരം ആര് വന്നു? രണ്ട് ഹൈഡ്രജൻ വന്നു, നമുക്ക് അമീൻ കിട്ടി അല്ലേ? ഓക്സിജൻ മാറി അവിടെ ഹൈഡ്രജൻ വന്നു, നമുക്ക് അമീൻ കിട്ടി. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മൾ എടുത്തേക്കാണ് നൈട്രോബെൻസീൻ ആണ് അല്ലേ? നൈട്രോബെൻസീനും ഇതേ സംഭവം തന്നെയാണ്. ഇവിടുത്തെ ഓക്സിജൻ മാറി പകരം അവിടെ രണ്ട് ഹൈഡ്രജൻ വന്നു. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ടിൻ ബാർ HCl. ഇവിടെ Fe ബാർ HCl എടുക്കാം കേട്ടോ. ടിൻ ബാർ HCl അല്ലെങ്കിൽ Fe ബാർ HCl അല്ലെങ്കിൽ Zn ബാർ HCl ഒക്കെ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് അമീൻ കിട്ടി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നൈട്രോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ NO2 ഗ്രൂപ്പാണ് നൈട്രോ കോമ്പൗണ്ട്. അതിലേക്ക് നമുക്ക് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അമീൻസ് കിട്ടും. അപ്പോൾ റിഡക്ഷൻ നടത്താൻ നമുക്ക് വേണ്ടത് റെഡ്യൂസിങ് ഏജൻസ് ആണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻസ് ഹൈഡ്രജൻ, നിക്കൽ, FeHCl, SnHCl ഇതൊക്കെയാണ് റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ മാറ്റി, നൈട്രോ കോമ്പൗണ്ടിലെ ഓക്സിജൻ മാറ്റി പകരം അവിടെ എന്ത് കൊടുക്കാം? ഹൈഡ്രജൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് അമീൻസിലെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ പഠിച്ചത് കേട്ടോ. ഇനി അടുത്തത് റിഡക്ഷൻ ഓഫ് നൈട്രിൽസ് അല്ലെങ്കിൽ ഐസോസൈനൈഡ്. നൈട്രിൽസും ചെയ്യും, ഐസോസൈനൈഡ് രണ്ടും ചെയ്യും കേട്ടോ. ഇവിടെയും റിഡക്ഷൻ തന്നെയാണ് കുട്ടികളെ. അപ്പോൾ റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എവിടെയാണ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കുന്നതെന്ന് കേട്ടോ. ഇതല്ലേ സൈനൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നൈട്രൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CN അല്ലേ? ഓക്കെ, CN അത് ഒന്നുകൂടി ടീച്ചർ കാണിച്ചു തരാം. R ബോണ്ടിങ് കാണിച്ചു തരാം. R C ട്രിപ്പിൾ ബോണ്ട് N എന്നാണ്.
ഇവിടേക്ക് നമ്മൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്നുള്ള സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യണം. സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജൻ ആഡ് ആവണം അല്ലെ? ഹൈഡ്രജൻ എവിടേക്കാണ് ആഡ് ആവുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. കാർബണിലേക്ക് 2 ഹൈഡ്രജൻ, നൈട്രജനിലേക്ക് 2 ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? RCH2NH2. അപ്പൊ നമുക്ക് പ്രൈമറി അമീൻ കിട്ടി. മനസ്സിലായോ? ഓക്കെ. സൈനൈഡ് അല്ലെങ്കിൽ നൈട്രലിലേക്ക് നമ്മൾ റിഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി അമീൻ കിട്ടും. ഓക്കെ. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ആറിന് പകരം ടീച്ചർ CH3 എന്നുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് എടുക്കാം. CH3Cl ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. എന്താ സംഭവിക്കുക? സൈനൈഡ് ഗ്രൂപ്പിലെ കാർബണിലേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്യണം, നൈട്രജനിലേക്കും 2 ഹൈഡ്രജൻ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? CH3CH2NH2 പ്രൈമറി അമീൻ. മനസ്സിലായോ? ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇനി അതേസമയം നമ്മൾ ഐസോസൈനൈഡ് ആണ് എടുക്കണമെന്ന് വിചാരിക്കും. ഐസോസൈനൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? NC എന്നാണ് എഴുതുക കേട്ടോ. NC. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി അമീൻ അല്ല കിട്ടുക, പകരം സെക്കൻഡറി അമീൻ ആണ് കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾക്ക് ചെയ്യേണ്ടത് നൈട്രജനിലേക്ക് 1 ഹൈഡ്രജൻ, ശ്രദ്ധിക്കണം കേട്ടോ. സൈനൈഡ് അല്ല, നിങ്ങൾക്ക് ഐസോസൈനൈഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നൈട്രജനിലേക്ക് 1 ഹൈഡ്രജനും കാർബണിലേക്ക് 3 ഹൈഡ്രജനും ആണ് ആഡ് ആവുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി അമീൻ ആണ്. സെക്കൻഡറി അമീൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സൈനൈഡിലേക്ക് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ പ്രൈമറി അമീനും, ഐസോസൈനൈഡിലേക്ക് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ സെക്കൻഡറി അമീനും കിട്ടും. ഓക്കെ അല്ലേ കുട്ടികളെ? അപ്പൊ രണ്ടാമത്തെ പ്രിപ്പറേഷൻ മനസ്സിലായി. ഇനി അടുത്തത് റിഡക്ഷൻ ഓഫ് അമൈഡ്. ആരാണ് അമൈഡ്? RCONH2. CONH2 എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ അമൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ റിഡക്ഷൻ തന്നെയാണ്. സോ ഓക്സിജൻ മാറ്റുക, ഇവിടെയുള്ള ഓക്സിജൻ കളയുക, പകരം അവിടേക്ക് ആരെ കൊടുക്കുക? ഹൈഡ്രജനെ കൊടുക്കുക. റിഡക്ഷൻ കേട്ടാ. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിലെ O മാറിയിട്ട് അവിടെ എന്തെന്ന് വന്നു? H2 എന്ന് വന്നു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് പ്രൈമറി അമീൻ കിട്ടി. ഓക്കെ, റിഡക്ഷൻ ഓഫ് അമൈഡ്. ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ കേട്ടോ. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ എന്ന് കൂടി പറയും. അങ്ങനെ പറയാൻ കാര്യം, ഇവിടെ നമ്മൾ എത്ര കാർബൺ ആണോ റിയാക്റ്റന്റിൽ എടുക്കുന്നത് അതിനേക്കാളും 1 കാർബൺ കുറവായിരിക്കും എവിടെ? പ്രൊഡക്റ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. എത്ര കാർബൺ ആണോ നിങ്ങൾ റിയാക്റ്റന്റിൽ എടുക്കുന്നത് അതിനേക്കാളും 1 കാർബൺ പ്രൊഡക്റ്റ് സൈഡിൽ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിയാക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ നമുക്ക് വേണ്ടത് ഹോഫ്മാൻ ബ്രോമൈഡ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ആദ്യം അമൈഡ് ആണ്. അമൈഡ്. പിന്നെ നമുക്ക് വേണ്ടത് ആൽക്കലി, സോഡിയം ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, KOH അല്ലെങ്കിൽ NaOH കൊടുക്കാം കേട്ടോ. പിന്നെ ബ്രോമിൻ, ആ പേരിൽ തന്നെ ഉണ്ട് ഹോഫ്മാൻ ബ്രോമൈഡ്. അപ്പൊ ബ്രോമിനും അമൈഡും കേട്ടോ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹോഫ്മാൻ ബ്രോമൈഡ്, ബ്രോമിൻ ആൻഡ് അമൈഡ്. അപ്പൊ രണ്ടുപേരും ഇവിടെ ആവശ്യമുള്ള ആൾക്കാരാണ് ബ്രോമിൻ ആൻഡ് അമൈഡ്. പിന്നെ ഒരാളും കൂടി വേണം, അത് ആൽക്കലിയാണ്, അത് NaOH അല്ലെങ്കിൽ KOH എടുക്കാം കേട്ടോ. അപ്പൊ അമൈഡ്, KOH, ബ്രോമിൻ, ഇവര് 3 പേരും കൂടി റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രൈമറി അമീൻ ആണ്. പ്രൈമറി അമീൻ. ഓക്കെ അല്ലേ? അപ്പൊ ദ ജനറൽ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട് RCONH2. ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ ഈ CO കളയുക, CO എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് വരും? RNH2 പ്രൈമറി അമീൻ. അതാണ് പറഞ്ഞത്. ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 1 കാർബൺ കുറവായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. CH3CONH2 പ്ലസ് KOH പ്ലസ് ബ്രോമിൻ. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക? ആൻസർ എങ്ങനെ വരുന്ന ടീച്ചർ പറഞ്ഞത്? ആൻസർ എങ്ങനെയാണ് വരിക? ഈ CO കളയുക. ബാക്കിയുള്ള ഭാഗമാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ ബാക്കി ആരാ ഉള്ളത്? CH3NH2 പ്രൈമറി അമീൻ. അപ്പൊ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ക്ലിയർ അല്ലേ? നമുക്ക് ഒന്നുകൂടി നോക്കാം, ഡെഫിനിഷൻ നോക്കാം. പ്രൈമറി അമീൻസ് ആർ പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് amide with a bromine in an aqueous solution of sodium or potassium hydroxide. Primary amine ഉണ്ടാക്കാൻ നമുക്ക് amide വേണം, bromine വേണം, aqueous alcoholic solution of NaOH or KOH. Okay അല്ലേ കുട്ടികളെ? Okay. ഇനി നെക്സ്റ്റ് ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണെന്ന്. അങ്ങനെയൊന്നുമില്ല, ഇത് ഈസിയാണ് കേട്ടോ. ആ പടം ഒന്ന് ജസ്റ്റ് ആദ്യത്തെ ഡയഗ്രാം കിട്ടിയാൽ മതി, പിന്നെ എല്ലാം വളരെ എളുപ്പമാണ്.
ഓക്കെ, അപ്പോൾ ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷനും പ്രൈമറി അമീൻ്റെ പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് താലിമൈഡാണ്. താലിമൈഡ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. താലിമൈഡ് വരയ്ക്കാൻ നിങ്ങൾ ആദ്യം തന്നെ ഒരു ബെൻസീൻ റിങ്ങിന് വരയ്ക്കാം. ബെൻസീൻ റിങ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ബെൻസീൻ റിങ്ങിന് 2 കൊമ്പ് കൊടുക്കാം. ആ കൊമ്പിൽ നിന്ന് കാർബൺ കൊടുക്കാം. ഓക്കെ, ബെൻസീൻ റിങ് വരയ്ക്കുക, 2 കൊമ്പ് കൊടുക്കുക, അവിടെ നിന്ന് 2 കാർബൺ കൊടുക്കുക. ആ കാർബണിൽ ഇതേപോലെ 2 ഓക്സിജൻ. ഓക്കെ, എന്നിട്ട് ഈ 2 കൊമ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട് NH. ഇയാളാണ് ആര്? താലിമൈഡ്. അപ്പോൾ താലിമൈഡിന്റെ പടം കിട്ടിയെന്ന് വിചാരിക്കണം. ബെൻസീൻ റിങ് വരയ്ക്കുക, 2 കൊമ്പ് വരയ്ക്കുക, അവിടെ നിന്ന് ഓക്സിജൻ CO എന്ന് എഴുതുക, ദെൻ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് NH എന്ന് എഴുതുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് എന്താണ് ചെയ്യേണ്ടത്? താലിമൈഡ് എടുക്കുന്നു, അതിലേക്ക് KOH ആഡ് ചെയ്യുന്നു. ആരെ ആഡ് ചെയ്യുന്നേ? KOH. താലിമൈഡ് എടുക്കുന്നു, KOH ആഡ് ചെയ്യുന്നു. അങ്ങനെ താലിമൈഡ് എടുത്ത് KOH ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ വാട്ടർ എലിമിനേഷൻ നടക്കും. ഇതാ HOH അല്ലേ, Hഉം OHഉം കൂടി വാട്ടർ എലിമിനേഷൻ നടക്കും. H2O ഇവിടെ നിന്ന് പോകും. അപ്പൊ ബാക്കി ആരുള്ള K ഉള്ളത്? ആ Kനെ ഈ Hന്റെ സ്ഥാനത്തേക്ക് എഴുതാം. ഓക്കെ, ഇതേ ഡയഗ്രാം തന്നെ ഒന്നും കൂടി വരയ്ക്കുക. പക്ഷേ NH എന്ന് എഴുതുന്നതിന് പകരം അവിടെ എന്തെന്ന് എഴുതണം? NK എന്ന് എഴുതണം. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. C ഡബിൾ ബോണ്ടോ NK. ഓക്കെ, K പ്ലസ് N മൈനസ്. കണ്ടോ, സിമ്പിൾ ആയില്ലേ? അപ്പൊ ആദ്യം താലിമൈഡ് എടുക്കുക, അതിലേക്ക് KOH ആഡ് ചെയ്യാം. കേട്ടോ? ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ കിട്ടിയ പ്രോഡക്റ്റ്, ഇപ്പൊ നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യും? ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യും. ആൽക്കൈൽ ഹാലൈഡ് RX. അപ്പൊ ഇവിടെ നിന്നും എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ഗ്രൂപ്പ് ആരാണ് നോക്കാം. ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ഗ്രൂപ്പ് Kയും Xുമാണ്. അപ്പൊ KX അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോയി. ബാക്കി ആരാളുള്ളത്? R അല്ലേ ഉള്ളത്. ആ Rനെ Nന്റെ അടുത്തോട്ട് ചേർത്ത് എഴുതാം. ഓക്കെ, Rനെ Nന്റെ അടുത്തോട്ട് ചേർത്ത് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് C ഡബിൾ ബോണ്ടോ N K എഴുതുന്നതിന് പകരം ആരെ എഴുതാം? R. ഇത്രയും ഓക്കെ ആയോ? ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് താലിമൈഡ് എടുക്കുന്നു, KOH ആഡ് ചെയ്യുന്നു, അപ്പോൾ അവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി, നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ദെൻ അതിലേക്ക് ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് KX എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇനി അതിലേക്ക് അക്വസ് NaOH ആഡ് ചെയ്യുക. അക്വസ് NaOH. ഓക്കെ, അപ്പോൾ അക്വസ് മീഡിയത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ അഡീഷൻ ആണെങ്കിൽ H2 ഇങ്ങനെ വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പിൽ അക്വസ് NaOH ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. നോക്ക്, 2 മോൾസ് ആഡ് ചെയ്യും കേട്ടോ. ഇവിടെ നോക്കൂ, H2O എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം H പ്ലസും OH മൈനസും അല്ലേ കുട്ടികളെ? H2O എന്ന് പറഞ്ഞാൽ അതിൽ H പ്ലസ് OH മൈനസ് അയോൺസും അല്ലേ ഉള്ളത് അല്ലേ? ഇപ്പം നമ്മൾ 2H പ്ലസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് അവിടെ 2H2O ആഡ് ചെയ്യുന്നുണ്ട്, അവിടെ 2H പ്ലസും 2OH മൈനസും ഉണ്ടാവൂലേ? ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൽ 2H പ്ലസ് നമ്മളുടെ നൈട്രജൻ്റെ അടുത്തോട്ട് വരികയാണ്. 2H കേട്ടോ. ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ 2H വാട്ടറിലുണ്ടായ 2H നമ്മുടെ നൈട്രജൻ്റെ അടുത്തേക്ക് വരുന്നു. പിന്നെ ഇവിടെ OH ഉണ്ട്, അടുത്ത OH ഉണ്ട് അല്ലെ? 2 OH ഉണ്ട്. അതിൽ ഒരു OH ഈ COയുടെ അടുത്തേക്ക് വരുന്നു, അടുത്ത OH ഈ COയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് കിട്ടുക നമുക്ക് നോക്കാം കേട്ടോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റ് ആണ് കിട്ടുക നോക്കിയേ? RN. എന്നിൻ്റെ അടുത്തേക്ക് ആരാ വന്നത്? H2 അല്ലേ? അപ്പോൾ RNH2, RNH2. മനസ്സിലായോ? അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മനസ്സിലായോ? ഇനി അടുത്ത പ്രൊഡക്റ്റ് ആരാണ്? ബെൻസീൻ റിംഗ്. അതേപോലെ തന്നെ വരയ്ക്കുക. C ഡബിൾ ബോണ്ടോ, ആ ഡബിൾ ബോണ്ട് ഓടെ അടുത്തേക്ക് ആര് വന്ന്? OH വന്ന്. C ഡബിൾ ബോണ്ടോ OH. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും എന്ത് കിട്ടി? പ്രൈമറി അമീൻ പ്ലസ് ടാലിക് ആസിഡ് ആണ് കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആയോ? ഈസിയാണ്. അതിൽ ഓരോന്നും എന്തൊക്കെയാണ് എടുക്കുന്നതെന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ താലിമൈഡിനെ നമ്മൾ KOH വെച്ച് റിയാക്ട് ചെയ്യുന്നു, ദെൻ ആ കിട്ടിയ പ്രോഡക്റ്റിനെ ആൽക്കൈൽ ഹാലൈഡ് വെച്ച് റിയാക്ട് ചെയ്യുന്നു, ദെൻ ഫൈനലി നമ്മൾ അതിലേക്ക് അക്വസ് മീഡിയത്തിൽ NaOH ആഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമീൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമീൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കുട്ടികളെ ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ്.
അമീൻസിന് ബേസിക് നേച്ചർ ആണ്. എന്തുകൊണ്ടാണ് അമീൻസ് ബേസിക് ആയത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് അമീൻസ് ബേസിക് ആയത്? അമീൻസ് ആർ ലൂയിസ് ബേസസ്. ആരാണ് ലൂയിസ് ബേസസ്? ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ പറ്റുന്നവരാണ് ലൂയിസ് ബേസസ്. ആരാണ് ലൂയിസ് ബേസസ്? ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവർ. അപ്പൊ നോക്കൂ, നമ്മളുടെ അമീൻ എന്ന് പറഞ്ഞാൽ RNH2 എന്നാണ് അല്ലെ, RNH2. അതിൽ നൈട്രജന്റെ കയ്യിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആ നൈട്രജൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോൺ പെയർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലോൺ പെയർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് അമീൻസ് ആർ ലൂയിസ് ബേസസ്. ക്ലിയർ ആയോ? നോക്ക്, ഇൻ അമീൻ there is an unshared pair of electron in nitrogen atom and hence it can donate electron pair. അതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ ലൂയിസ് ബേസ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ടീച്ചർ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കാൻ കേട്ടോ. ചോദ്യം ഇതാണ്, CH3NH2 is more basic than NH3. ഓക്കെ, ഒരു പ്രൈമറി അമീൻ അമോണിയേക്കാളും കൂടുതൽ ബേസിക് ആണ്. എന്നാൽ C6H5NH2, ആരാണ് C6H5NH2? അത് നമ്മുടെ അനിലീനാണ് കേട്ടോ, വേറെ ആരും അല്ല, അത് നമ്മളെ അനിലീനാണ്. C6H5NH2 is less basic than ammonia. Explain. മക്കളെ ഓർത്ത് വെച്ചോ, അത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൈമറി അമീൻ അമോണിയേക്കാളും കൂടുതൽ ബേസിക് ആണ്, പക്ഷെ അനിലീൻ അമോണിയേക്കാളും കുറവ് ബേസിക് ആണ്. കാരണം എന്താണ്? ഇതാ നോക്കിയേ റീസൺ. നമ്മളുടെ പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ CH3NH2 ആണ്. ഈ CH3 ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് CH3 ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അവിടെ അതിനെ എന്ത് ഇഫക്റ്റ് കാണിക്കാൻ പറ്റും? പ്ലസ് ഐ ഇഫക്റ്റ്. പ്ലസ് ഐ ഇഫക്റ്റ് ആരാണ് കാണിക്കുന്നത്? CH3NH2 CH3 ഗ്രൂപ്പ് പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ പ്ലസ് ഐ ഇഫക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ബേസിക്. ഓക്കെ, മനസ്സിലായോ? അമോണിയനേക്കാളും പ്രൈമറി അമീൻ കൂടുതൽ ബേസിക് ആണ്. കാരണം ആ പ്രൈമറി അമീന്റെ കയ്യിൽ CH3 ഗ്രൂപ്പ് ഉണ്ട്. CH3 ഗ്രൂപ്പിന് എന്ത് കഴിവുണ്ട്? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതായത് പ്ലസ് ഐ എഫക്റ്റ് കൂടുതലാണ്. സോ ഇറ്റ് ഈസ് മോർ ബേസിക് ദാൻ ammonia. Clear ആയോ? അതാണ് എഴുതിയേക്കണേ. ഡ്യൂ ടു ദ ഇലക്ട്രോൺ റിലീസിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓഫ് CH3 ഗ്രൂപ്പ് ഇറ്റ് വിൽ റെഡ്ലി അക്സെപ്റ്റ് H+ and hence it is more basic. ഓക്കെ, അതേസമയം C6H5NH2 നമുക്ക് അനിലീന്റെ കേസ് നോക്കാം. അനിലീന്റെ കേസിൽ അനിലീന്റെ കയ്യിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ അനിലീന്റെ കേസിൽ അനിലിന് റെസൊണൻസ് പോസിബിൾ ആണ് അല്ലേ? അപ്പൊ ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇതിൽ തന്നെ കോൺജുഗേഷൻ നടക്കുന്നത് കൊണ്ട് it is less basic than ammonia. But in C6H5NH2 the lone pair of electron is in conjugation with benzene ring and hence it is less available for protonation. So it is less basic. Clear ആയില്ലേ? ഇത്ര ആലോചിച്ചാൽ മതി. പ്രൈമറി അമീൻ ആണെങ്കിൽ ആൽക്കൈൽ അമീൻസ് കേട്ടോ, CH3NH2 ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഉണ്ട്, റിലീസിംഗ് ഇഫക്റ്റ് ഉണ്ട്, അതായത് പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് മോർ ബേസിക് ദാൻ അമോണിയ. അതേസമയം അമോണിയ ആണെങ്കിൽ അനിലീൻ ആണെങ്കിൽ അനിലീനിൽ നമുക്ക് എന്താണ്? റെസൊണൻസ് ഇഫക്റ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലെസ് ബേസിക് ദാൻ അമോണിയ. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, ആൽക്കൈൽ അമീൻസ് ആർ സ്ട്രോങ്ങർ ബേസിസ് ദാൻ അമോണിയ. വൈ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ? ആൽക്കൈൽ അമീൻസ് എന്തുകൊണ്ടാണ് അമോണിയേക്കാളും കൂടുതൽ ബേസിക് ആയത്? സിമ്പിൾ ആൻസർ ഇത്രയേ ഉള്ളൂ, പ്ലസ് ഐ ഇഫക്റ്റ് ആണ് കാരണം കേട്ടോ. ആൽക്കൈൽ അമീൻസ് എന്തുകൊണ്ടാണ് കൂടുതൽ ബേസിക് ആയത്? പ്ലസ് ഐ ഇഫക്റ്റ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ആൽക്കൈൽ അമീൻസ് തന്നെ പലതരമുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസ്. അതിലാരാണ് കൂടുതൽ ബേസിക് എന്ന് നമ്മളോടൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് രണ്ട് രീതിയിലാണ് പറയേണ്ടത്. ഒന്ന് ഗ്യാസ് ഫേസും പിന്നെ ഒന്ന് ഗ്യാസ് ഫേസ് ആൻഡ് അക്വസ് സൊല്യൂഷന്റെ കേസിൽ രണ്ട് രീതിയിലാണ് വരുന്നത് കേട്ടോ. ഗ്യാസ് ഫേസിലാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, ടെർഷ്യറി ഈസ് മോർ ബേസിക് ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി ദാൻ അമോണിയ. ഗ്യാസ് ഫേസിലാണെങ്കിൽ ടെർഷ്യറി അമീൻസ് ആണ് മോർ ബേസിക് ദാൻ സെക്കൻഡറി ദാൻ ആണ് ആര് വരുള്ളൂ? പ്രൈമറി. ഓക്കെ, അതേസമയം ഇത് അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ നോട്ട് ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾ ആണ് ടീച്ചർ തന്നേക്കണേ. ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസ് ആണെങ്കിൽ ഓർഡർ ഇതാണ് കുട്ടികളെ. ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ സെക്കൻഡറി അമീൻ ഈസ് മോർ ബേസിക് ദാൻ ടെർഷ്യറി ദാൻ പ്രൈമറി. നോട്ട് ചെയ്യുക, ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ എക്സാമ്പിൾ നന്നായിട്ട് നോക്കിക്കോ. ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഈഥൈൽ ആണെങ്കിൽ സെക്കൻഡറി ആണ് മോർ ബേസിക് ദാൻ ടെർഷ്യറി ദാൻ പ്രൈമറി.
അതേസമയം നിങ്ങളുടെ ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈലാണെങ്കിൽ ഓർഡർ നോക്കിയേ, സെക്കൻഡറി, പ്രൈമറി, ദെൻ ടെർഷ്യറി. സെക്കൻഡറി, പ്രൈമറി, ദെൻ ടെർഷ്യറി എന്നാണ്. ഓക്കെ, ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ സെക്കൻഡറി, ടെർഷ്യറി, ദെൻ ആണ് പ്രൈമറി വരുള്ളൂ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അക്വസ് സൊല്യൂഷനിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമല്ല നോക്കുന്നത്, പകരം അവിടെ സോൾവേഷൻ ആൻഡ് സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ രണ്ട് ഇഫക്റ്റും കൂടി അവിടെ പ്രിഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഓർഡർ വ്യത്യാസം വന്നത്. ഓക്കെ, ഗ്യാസ് ഫേസിലാണെങ്കിൽ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. അതേസമയം അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ രണ്ട് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ്, ഒന്ന് ഈഥൈലിന്റെ കേസും മീഥൈലിന്റെ കേസും രണ്ടും വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഈഥൈൽ ആണെങ്കിൽ സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി. മീഥൈൽ ആണെങ്കിൽ സെക്കൻഡറി, പ്രൈമറി, ടെർഷ്യറി എന്നാണ് ഓർഡർ പോകുന്നത്. അപ്പൊ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ തന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കാം കേട്ടോ. ടീച്ചർ നിങ്ങൾക്ക് സമയം തരാണ്. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ബേസിക് സ്ട്രെങ്ത്. ചോദ്യം ശ്രദ്ധിക്കണം, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കുറവുള്ള ആള് ആദ്യം, ഏറ്റവും കൂടുതലുള്ള ആള് അവസാനം. ആരാണ് ഏറ്റവും കുറവ് ബേസിക് സ്ട്രെങ്ത് ഉള്ള ആള്? ഇതില് നമുക്കൊന്ന് നോക്കാം. അനിലീൻ തന്നിട്ടുണ്ട്, പിന്നെ ഇത് പ്രൈമറി അമീനാണ്, ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ഇത് ടെർഷ്യറി ആണ്, മാത്രമല്ല ഇത് മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, അനിലീൻ ആണെങ്കിൽ, അനിലീൻ അല്ല ലീസ്റ്റ് ബേസിക്, ഏറ്റവും ലീസ്റ്റ് ബേസിക് അനിലീൻ ആണ്. ഇവിടെ അമോണിയം കൂടി ഉണ്ട് കേട്ടോ, അമോണിയ NH3. അപ്പൊ അനിലീൻ ഏറ്റവും ലീസ്റ്റ് ബേസിക്, ദെൻ അമോണിയ, ദെൻ ആരാണ് വരുന്നത്? ഇത് നമ്മളുടെ മീഥൈൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ അത് കാരണം ടെർഷ്യറി ആണ് ഏറ്റവും ലീസ്റ്റ് അല്ലേ. ടെർഷ്യറി, ദെൻ പ്രൈമറി, ദെൻ സെക്കൻഡറി. അപ്പോൾ അനിലീൻ, അമോണിയ, ടെർഷ്യറി, ദെൻ പ്രൈമറി, ദെൻ സെക്കൻഡറി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. ആരാണ് ലീസ്റ്റ് ബേസിക്? അനിലീൻ തന്നെ, ഒരു സംശയമില്ല. അനിലീന് ശേഷം ആരാണ്? അമോണിയ, ഒരു സംശയമില്ല. ഇനി അടുത്തത് നമ്മൾക്ക് ഇതിൽ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പൊ പ്രൈമറി ആണ് അടുത്തത് വരുന്നത്, അതിനുശേഷം ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് സെക്കൻഡറി. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് അമീൻസിന്റെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാർബൈൽ അമീൻ റിയാക്ഷൻ, അല്ലെങ്കിൽ അതിനൊരു വേറെ പേര് കൂടിയുണ്ട്, ഐസോസൈനൈഡ് ടെസ്റ്റ്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് ടു ഡിറ്റർമിൻ പ്രൈമറി അമീൻ. ഒരു പ്രൈമറി അമീനിന്റെ ടെസ്റ്റ് ആണ് ഇത് ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈൽ അമീൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ, ആലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് അമീൻ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൺ ഹീറ്റിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് എത്തനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? പ്രൈമറി അമീൻ വേണം, പിന്നെന്ത് വേണം? ക്ലോറോഫോം വേണം, ക്ലോറോഫോം വേണം, പ്ലസ് KOH. ഓക്കെ, അപ്പോൾ പ്രൈമറി അമീൻ, ക്ലോറോഫോം, KOH ഇത് മൂന്നും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈമറി അമീൻ, ആരാണ് പ്രൈമറി അമീൻ? RNH2 അല്ലേ? RNH2, അതിലേക്ക് നിങ്ങൾ ക്ലോറോഫോം ആഡ് ചെയ്യുക. ആരാണ് ക്ലോറോഫോം? CHCl3 അല്ലേ? പിന്നെ KOH ആഡ് ചെയ്യുക. ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ അമീൻ എന്നുള്ള ആള് മാറും കേട്ടോ. ഇത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അമീൻ എന്നുള്ള ആള് മാറിയിട്ട് ഇയാൾ എന്തായി മാറും? NC ആയിട്ട് മാറും. ഇവർ മൂന്നുപേരും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അമീൻ മാറി അവിടെ എന്ത് വരും? RNC. ദാറ്റ് മീൻസ് ഐസോസൈനൈഡ്. ഓക്കെ, RNC ഇതാണ് ഐസോസൈനൈഡ് ടെസ്റ്റ്. നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നത്? അതുകൂടി പറഞ്ഞേ. പ്രൈമറി അമീൻ, ക്ലോറോഫോം, KOH ഇവർ മൂന്നുപേരും കൂടി എടുത്തു കഴിയുമ്പോൾ ഐസോസൈനൈഡ് കിട്ടുന്നു. ഇതാണ് പ്രൈമറി അമീന്റെ ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ് അടുത്തത്, റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആരോമാറ്റിക് പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ് ടു ഫോം സ്റ്റേബിൾ സാൾട്ട്. NaNO2 NHCl വെച്ച് റിയാക്ട് ചെയ്യുക കേട്ടോ. NaNO2 NHCl വെച്ച് റിയാക്ട് ചെയ്യുക അനിലീനെ. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? N2+Cl-. ഇയാളെ വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡയസോണിയം സാൾട്ട്. പ്രൈമറി അമീനെ NaNO2 HCl വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ബെൻസീൻ ഡയസോണിയം സാൾട്ട് കിട്ടും. ഇതാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ. ഇതിപ്പോൾ പ്രൈമറി നമ്മൾ ആരോമാറ്റിക് അമീൻ ആണ് നേരത്തെ എടുത്തത്. ഇനി ആലിഫാറ്റിക് പ്രൈമറി അമീൻ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം നൈട്രസ് ആസിഡ്
നൈട്രസ് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ NaNO2HCl ചേർന്നുണ്ടാവുന്നതാണ് നമ്മുടെ നൈട്രസ് ആസിഡ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ആലിഫാറ്റിക് പ്രൈമറി അമീൻ ആണ് എടുക്കുന്നതെങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് ആദ്യം കിട്ടുക ആലിഫാറ്റിക് ഡയസോണിയം സോൾട്ട്, ദെൻ അത് എന്തായി മാറും? ആൽക്കഹോൾ ആയിട്ട് മാറും കേട്ടോ, ആൽക്കഹോൾ ആയിട്ട് മാറും. അതേസമയം ആരോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി, ബെൻസീൻ ഡയസോണിയം സോൾട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഹിൻസ്ബർഗ് ടെസ്റ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. എന്തിനാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്? ഇറ്റ് ഈസ് എ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് primary, secondary, tertiary amine. Test to distinguish primary, secondary, tertiary amine. Primary, secondary, tertiary amine തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് ആണ് ഇത് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിയേജന്റ് വേണം അല്ലേ? റിയേജന്റ് ആരാണ്? ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് C6H5SO2Cl. അതാണ് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ്. അപ്പോൾ ഹിൻസ്ബർഗ് ടെസ്റ്റ് ചെയ്യുന്നത് ഹിൻസ്ബർഗ് റിയേജന്റ് ഉപയോഗിച്ചത്. ആരാണ് ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. പ്രൈമറി അമീനിലേക്ക് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ആഡ് ചെയ്താൽ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ദാറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ KOH or NaOH. precipitate or solid എന്ന് എഴുതാം കേട്ടോ. നോക്ക് ഇതാരാ തരത്? ഇതാണ് C6H5SO2Cl. ഹിൻസ്ബർഗ് റിയേജന്റ് തന്നെയാണ് ഇങ്ങനെയും എഴുതിയിരിക്കുന്നത് കേട്ടോ. C6H5SO2Cl. അതിലേക്ക് നമ്മൾ പ്രൈമറി അമീൻ ആഡ് ചെയ്തു കേട്ടോ. C2H5NH2 പ്രൈമറി അമീൻ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് HCl പോയി, ബാക്കിയുള്ള സാധനങ്ങൾ ഒരുമിച്ച് എഴുതി. അതൊരു സോളിഡ് നമുക്ക് കിട്ടി. ആ ദാറ്റ് സോളിഡ് ഈസ് സൊല്യൂബിൾ ഇൻ KOH. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന പ്രസിപ്പിറ്റേറ്റ് KOH സൊല്യൂബിൾ ആയി കഴിഞ്ഞാൽ അത് പ്രൈമറി അമീൻ ആണ്. നിങ്ങൾ എടുത്തത് പ്രൈമറി അമീൻ ആണെന്ന് അർത്ഥം. അതേസമയം നിങ്ങൾ എടുത്തത് സെക്കൻഡറി അമീൻ, അതിലേക്ക് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടി, KOH ആഡ് ചെയ്തു. നോ റിയാക്ഷൻ, ദാറ്റ് ഈസ് നോ സൊല്യൂബിലിറ്റി കേട്ടോ. സൊല്യൂബിൾ ആവില്ല എങ്കിൽ അതെന്താണ്? അത് സെക്കൻഡറി അമീൻ ആണ്. അപ്പോൾ ഇതാ നമ്മൾ ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് എഴുതി, സെക്കൻഡറി അമീൻ HCl പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് എഴുതി നമ്മൾ കോമ്പൗണ്ട് ദാറ്റ് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. നിങ്ങൾ എടുക്കുന്നത് ടെർഷ്യറി അമീൻ ആണെങ്കിൽ കുട്ടികളെ ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ടെർഷ്യറി അമീൻ നോ റിയാക്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂടാ, വളരെ സിമ്പിൾ ആണ്. ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ. ഓക്കെ, ഹിൻസ്ബർഗ് റിയേജന്റ് ആരാണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ്. ഓക്കെ, ഇനി എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക? പ്രൈമറി അമീനിലേക്ക് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ആഡ് ചെയ്താൽ നമുക്കൊരു സോളിഡ് കിട്ടും. ദാറ്റ് സോളിഡ് ഈസ് സൊല്യൂബിൾ ഇൻ KOH or NaOH. ഓക്കെ, അതേസമയം നിങ്ങൾ എടുക്കുന്ന സെക്കൻഡറി അമീൻ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സോളിഡ് കിട്ടും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് സൊല്യൂബിൾ ഇൻ KOH or NaOH. ഓക്കെ, ഇനി നിങ്ങൾ ടെർഷ്യറി അമീൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഗീവ് എനി റിയാക്ഷൻ വിത്ത് ദ ഹിൻസ്ബർഗ് റിയേജന്റ്. ഇത്രയേ ഉള്ളൂടാ, സോ സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണത് അനിലീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് വളരെ സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അമീൻ ഗ്രൂപ്പ് ഈസ് എൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. ഓർത്തോയിലേക്കും പാരയിലേക്കും ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഇലക്ട്രോഫൈൽ ആരാണോ ആ ഇലക്ട്രോഫൈൽ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലേക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ബ്രോമിനേഷൻ കുട്ടികളെ. ബ്രോമിനേഷൻ. ഓക്കെ, ബ്രോമിനേഷൻ എന്ന് പറഞ്ഞാൽ അനിലീനിലേക്ക് നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്നത് ഇതാ കണ്ട, ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിരിക്കുന്നത്. എന്താണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്? 2,4,6 ട്രൈ ബ്രോമോ അനിലീൻ. 2,4,6 ട്രൈ ബ്രോമോ അനിലീൻ ആണ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ കുട്ടികളെ? മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഇനി അടുത്തത് നൈട്രേഷൻ. നൈട്രേഷൻ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അമീൻ ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർത്തോ പാരയിൽ മാത്രമായിരിക്കും പ്രോഡക്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നൈട്രേഷൻ ചെയ്യുമ്പോൾ മാത്രം നമ്മൾക്ക് മെറ്റാ പ്രോഡക്റ്റിലും കൂടി, മെറ്റാ സൈഡിലും കൂടി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഓർത്തോ പ്രോഡക്റ്റ് ഉണ്ട്, 2 പാരാ പ്രോഡക്റ്റ് ഉണ്ട്, അതുകൂടാതെ മെറ്റാ പ്രോഡക്റ്റും കൂടി ഉണ്ട്. അതിന് റീസൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ട്രോങ്ലി അസിഡിക് മീഡിയത്തിൽ അനിലീൻ ഈസ് പ്രോട്ടോണേറ്റഡ് ടു ഫോം അനിലീനിയം അയോൺ. ഒരു അസിഡിക് മീഡിയ ആണ് നമ്മളിവിടെ എടുക്കുന്നത് അല്ലെ. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ HNO3 and H2SO4 സ്ട്രോങ് അസിഡിക് മീഡിയ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അനിലീൻ മാറി അത് അനിലീനിയം അയോൺ ആയി മാറും. അനിലീനിയം അയോണിന് എന്ത് കഴിവുണ്ട്? മെറ്റാ ഡയറക്റ്റിങ്ങിനുള്ള കഴിവുണ്ട്.
അതുകൊണ്ടാണ് ഓർത്തോ പാരയുടെ കൂടെ തന്നെ നമുക്ക് ഇവിടെ മെറ്റാ പ്രോഡക്റ്റും കൂടി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നൈട്രേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഓർത്തോ നൈട്രോ അനിലീനും പാരാ നൈട്രോ അനിലീനും മെറ്റാ നൈട്രോ അനിലീനും കൂടി നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂടാ. ഓക്കെ, അടുത്തത് സൾഫോണേഷൻ ആണ്. സൾഫോണേഷനിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുക? അനിലീനിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ സൾഫോണിക് ആസിഡ്, അതിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് സൾഫാനിലിക് ആസിഡ്. പാരാ പ്രോഡക്റ്റ് ആണ് കേട്ടോ, പാരാ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇനി അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആനിലീൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ആനിലീൻ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ തരുന്നില്ല. എല്ലാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്, പക്ഷെ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ തരുന്നില്ല. ഒന്നുമില്ലടാ, വളരെ സിമ്പിൾ ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് ആണ് അലൂമിനിയം ക്ലോറൈഡ്. ഓക്കെ, അനിലീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബെൻസീൻ റിംഗിൽ NH2 അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അനിലീന് ഒരു ബേസിക് നേച്ചർ ഉണ്ട് അല്ലേ? അപ്പൊ ഇയാള് ബേസിക് ആണ്, അനിലീൻ ഈസ് ബേസിക്. അതേസമയം ഇയാള് ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ, ഫ്രീഡൽ ക്രാഫ്റ്റ് കാറ്റലിസ്റ്റ് ഒരു ലൂയിസ് ആസിഡ് ആണ്. അപ്പൊ ഇവിടെ ബേസും ഇതൊരു ആസിഡ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി റിയാക്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെ, ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അനിലീൻ ലൂയിസ് ബേസും ഫ്രീഡൽ ക്രാഫ്റ്റ് കാറ്റലിസ്റ്റുള്ള അലൂമിനിയം ക്ലോറൈഡ് ലൂയിസ് ആസിഡും ആയതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി റിയാക്ട് ചെയ്ത് ഒരു സോൾട്ട് ഫോർമേഷൻ നടക്കും. ഓക്കെ, സാധാരണഗതിയിൽ കാറ്റലിസ്റ്റ് ഒരിക്കലും റിയാക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല അല്ലേ? കാറ്റലിസ്റ്റ് റിയാക്ഷന് സ്പീഡ് കൂട്ടാൻ, സ്പീഡ് ആൾട്ടർ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു? കാറ്റലിസ്റ്റും നമ്മുടെ റിയാക്റ്റന്റും കൂടി റിയാക്ട് ചെയ്ത് ഒരു സോൾട്ട് ഫോർമേഷൻ നടക്കുന്നു. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്രോഡക്റ്റ് കിട്ടില്ല. സോ അതുകൊണ്ടാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ തരില്ല എന്ന് പറയുന്നത്. ദിസ് ഇസ് ഡ്യൂ ടു സോൾട്ട് ഫോർമേഷൻ വിത്ത് അലുമിനിയം ക്ലോറൈഡ്. ഓക്കെ ഓക്കെ, ഇനി മക്കളെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന്റെ പ്രിപ്പറേഷൻ. അനിലീൻ NaNO2HCl വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ബെൻസീൻ ഡയസോണിയം സാൾട്ട് കിട്ടുന്നു അല്ലേ? ഇനി നമ്മൾ ബെൻസീൻ ഡയസോണിയം സോൾട്ടിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അത് ടീച്ചർ വരച്ച് അങ്ങനെ തന്നെ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ വരച്ചത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ബെൻസീൻ ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്ന ആള് ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ മാറ്റുന്ന റിയാക്റ്റന്റ് അനുസരിച്ച്. ഇവിടെ നോക്കിയേ, അപ്പോൾ ബെൻസീൻ ഡയസോണിയം സോൾട്ട് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ബെൻസീൻ ഡയസോണിയം സോൾട്ടിലേക്ക് നമ്മൾ ഇവിടെ എടുക്കുന്നത് കണ്ടോ, റിയേജൻസ് മാറ്റി കൊടുക്കും. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വ്യത്യാസം ഉണ്ട്. നമുക്ക് ആദ്യം ടീച്ചർ എടുത്തത് കോപ്പർ ക്ലോറൈഡ് HCl, അപ്പോൾ നമുക്ക് ക്ലോറോ ബെൻസിൻ കിട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്, സാൻ മേയർ റിയാക്ഷൻ അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാലോ ആൽക്കേൻസിൽ. അപ്പോൾ ബെൻസീൻ ഡയസോണിയം സോൾട്ടിന്റെ കൂടെ കോപ്പർ ക്ലോറൈഡും HCl എടുത്താൽ നമുക്ക് ക്ലോറോ ബെൻസിൻ കിട്ടും. അതേസമയം ബെൻസീൻ ഡയസോണിയം സോൾട്ടിന്റെ കൂടെ നിങ്ങൾ പൊട്ടാസ്യം അയോഡൈഡ് വെച്ചാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ അയോഡോ ബെൻസിൻ കിട്ടും. ഇനി H3PO2 H+ ആണെങ്കിൽ ബെൻസിൻ കിട്ടും. H2O വെച്ച് വാം ചെയ്യിക്കുകയാണെങ്കിൽ ഫീനോൾ കിട്ടും. HbF4 NaNO2 ആണ് എടുക്കുന്നതെങ്കിൽ നൈട്രോ ബെൻസിൻ കിട്ടും. HbF4 മാത്രം വെച്ച് ചൂടാക്കിയാൽ ഫ്ലൂറോ ബെൻസിൻ കിട്ടും. കോപ്പർ പൗഡറും HCl ഇട്ട് റിയാക്ട് ചെയ്താൽ അത് ഗാറ്റർമാൻ റിയാക്ഷൻ ആണ്, അപ്പോൾ നിങ്ങൾക്ക് ക്ലോറോ ബെൻസിൻ കിട്ടും. ഇനി ഇപ്പോൾ ബ്രോമോ ബെൻസിൻ ആണ് കിട്ടുന്നതെങ്കിൽ കോപ്പർ പൗഡറും HBr എടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ബെൻസീൻ ഡയസോണിയം സാൾട്ട് എന്നുള്ളൊരു ഒറ്റ ആളെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ റിയേജൻസ് മാറ്റി കൊടുക്കുമ്പോൾ നമ്പർ ഓഫ് പ്രോഡക്ട്സ് കിട്ടും അല്ലേ? സോ ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ കേട്ടോ. ഈ ഒരു സാധനം നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കുക. ഇനി ലാസ്റ്റ് റിയാക്ഷൻ ആണ് കപ്ലിംഗ് റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം സാൾട്ടിന്റെ കപ്ലിംഗ് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കപ്ലിംഗ് റിയാക്ഷൻസ് ഓക്കെ, എന്താണ് കപ്ലിംഗ് റിയാക്ഷൻസിന് ഇമ്പോർട്ടൻറ്റ്? കപ്ലിംഗ് റിയാക്ഷൻസ് വഴി നമ്മൾ ഡൈസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഡൈസ്. അപ്പോൾ രണ്ട് റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബെൻസീൻ ഡയസോണിയം സാൾട്ടും ഫീനോളും കൂടിയും കപ്പിൾ ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാ ബെൻസീൻ ഡയസോണിയം സാൾട്ടും ഫീനോളും കൂടി എടുക്കുമ്പോൾ ഈ HCl ഇവിടെ നിന്ന് പോകും. ഇതൊക്കെ ഉണ്ടോ? കപ്പിൾ ചെയ്ത് എഴുതുക. നമുക്ക് പാരാഹൈഡ്രോക്സിയാസോ ബെൻസീൻ കിട്ടും. ഇറ്റ് ഈസ് എൻ ഓറഞ്ച് ഡൈ. അതേപോലെ തന്നെ ബെൻസീൻ ഡയസോണിയം സാൾട്ടും അനിലീനും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും HCl എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പാരാമിനോ ആസോ ബെൻസീൻ. ഇറ്റ് ഈസ് എ യെല്ലോ ഡൈ. ഓക്കെ, അപ്പോൾ വളരെ കുഞ്ഞി ഒരു ചാപ്റ്ററാണ് അമീൻസ്. 6 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. ഇത്രയുമാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായി എക്സാം എഴുതാം മക്കളെ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ബൈ.